ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമാമിസ് ആണ്. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ആ ഒരു ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഗ്രഹങ്ങളെ കുറിച്ച്. നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട്? യെസ്, ആ ഒരു ഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരോ ഗ്രഹവും തന്നിട്ട് ഓരോന്നിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് തന്നിട്ട് അത് ഏത് ഗ്രഹമാണ്, അല്ലെങ്കിൽ ഏത് പ്ലാനറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഗ്രഹങ്ങൾ എന്തായാലും മക്കൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. യെസ്, ആദ്യത്തത് എന്താണ്? മെർക്കുറി. ഓക്കെ, മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്, പ്ലാനറ്റ് ആണ് മെർക്കുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്നത്. അതുപോലെ ശുക്രൻ എന്താണ്? മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രം, അതുപോലെ പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. അതായത് മോർണിംഗ് സ്റ്റാറും ആണ് ഈവനിങ് സ്റ്റാറും ആണ് അറിയപ്പെടുന്ന ഗ്രഹം അല്ലെങ്കിൽ പ്ലാനറ്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എർത്ത്. ഭൂമിയുടെ എന്താണ് അവസ്ഥ? യെസ്, ദ ഓൺലി പ്ലാനറ്റ് ഈസ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. അതായത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് എന്താ? എർത്ത് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. അതും എൻ്റെ മക്കള് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ മാർസ്, ചൊവ്വ എന്ന് പറയുന്നത് എന്താണ്? ചുവന്ന ഗ്രഹം, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ്. ഓക്കെ, റെഡ് പ്ലാനറ്റ് ഏതാണ്? യെസ്, മാർസ് അല്ലെങ്കിൽ ചൊവ്വ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ദെൻ ജൂപ്പിറ്റർ ഏറ്റവും എന്താണ്? വലിയ ഗ്രഹമാണ്. ദ ലാർജസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് എന്താ? ഏറ്റവും വലിയ ഗ്രഹമാണ് എന്താ? ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്നത്. ദെൻ സാറ്റേൺ, ശനി ഏതാണ്? വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് സാറ്റേൺ അല്ലെങ്കിൽ ശനി എന്ന് പറയുന്നത്. ഓക്കെ, അതും എൻ്റെ മക്കള് ഓർത്ത് വെക്കുക. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ യുറാനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും തണുത്ത ഗ്രഹം, കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് എന്ത്? യുറാനസ് എന്ന് പറയുന്നത്. ദെൻ നെപ്റ്റ്യൂൺ എന്താണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഓക്കെ, അതായത് ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫർദർ ഫ്രം ദ സൺ. ഓക്കെ, അതായത് അകന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എന്താ? നമ്മുടെ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. യുറാനസ് തണുത്ത ഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോ. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റാക്കി ഓരോ കാര്യങ്ങളും നമ്മൾ 5ാം ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ്? നിങ്ങൾ സൈലത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് വജ്ര ബാച്ച്. അപ്പോൾ വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക്, അതായത് 20-നുള്ളിൽ ജോയിൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ പ്രൈസിൽ എന്താണ് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്നിങ്ങനെ ബാച്ചുകളുണ്ട്. ബേസ് പ്ലാനിൽ വരുന്ന സമയത്ത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ റിവിഷൻ ഉണ്ടാവും, എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യും. അതുപോലെ ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പേൾ വീഡിയോസ്, പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ ഇൻഫിനിറ്റി പ്രോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫാൽക്കൺ ബാച്ചുകളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. Bye guys.